ഇതിപ്പോൾ നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഒരു ചെറിയൊരു ബ്രേക്ക് എടുക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയതാണ്. ഇത് ചെറിയൊരു ഗ്രാമമാണ്. ഇവിടെ ആളുകൾ ഇളനീർ കുടിക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന സ്ഥലം. നമ്മൾ ഇളനീർ കുടിക്കാം. വാട്ടർ മലായി കൊഞ്ചം മാറ്റം. ಮಲಾಯಿ ಚಿಲ್ಲರೆ ಕೊಟ್ಬಿಟ್ಟು ಹೋಗ್ನಲ್ಲ. ಯಾವಾಗ ಕೊಟ್ಟಿದ್ದೀರಾ ನಮಗೆ? സംഭവം കിട്ടില്ല. ഫ്രഷാ സാധനം. ഇവനും ഭയങ്കര അടി അടിക്കുന്നുണ്ട്. എന്താ നല്ല ഫ്രഷ്. എങ്ങനെയുണ്ടടാ? അടിപൊളിയാ. സൂപ്പർ. ഇത് കുഴപ്പമില്ല. സ്റ്റൈലാണ്. ഓ താങ്ക് യു. അതിൻ്റെ ഒപ്പൊക്കെ ഉണ്ടായി കയ്യത്ത് വർക്ക്. ഏച്ചി ആയിച്ചു. ಶುದ್ಧೀಕರಣ ಇങ്ങനെ വരക്കണം. കുറച്ച് ഹൈജീൻ. ಈ ತರ ಎಲ್ಲ ಕಲರ್ ನೋಡಿಬೋದಾ ಗಂಜಿ ಇದ್ರಲ್ಲಿ ನಿಮಗೆ ಕಾಯಿ ಇರಬೇಕಾ ಜ್ಯೂಸ್ ಕಾ ഇത് ക്ലീനാ? അച്ഛാ ക്ലീനാ. ഇവിടെ ಬರೀ ನೀರು ಈ ತರ ಗಂಜಿ ಎಷ್ಟು? 80 ಎಷ್ಟು? നല്ല ഒരു അടിപൊളി ഇളനീർ ആണ്. ഇളനീർ അടിപൊളിയാണ്. അടിപൊളി ഇളനീറാണ്. നല്ല ഒരു ഫീലാണ്. ഫ്രഷാണ്. പിന്നെ അവിടെ നിന്ന് കഴിച്ചപ്പോൾ ആ
സ്ത്രീൻ്റെ ആ ഒരു പെരുമാറ്റം ഇതൊക്കെ നല്ല സ്മൂത്ത് പെരുമാറ്റം. ഈ സ്ഥലത്ത് കിരൺ ടീ സ്റ്റാർ ഉണ്ട് കേട്ടോ, കണ്ടത്. ഈ ഇളനീര് കുടിക്കാൻ മറക്കണം. അതൊരു നഷ്ടമായിരിക്കും. കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് ഞാൻ വണ്ടി കയറി പറഞ്ഞുതരാം, എനിക്കും വലിയ പിടിച്ചില്ല. നമ്മൾ വീണ്ടും യാത്ര തുടരുകയായി. സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഒന്ന് റെഡി ആവട്ടെ. ഇതൊരു മോശമില്ലാത്ത സ്ഥലം കേട്ടോ. ഇത് ഗോണിക്കപ്പ റോഡ് മുത്തയാന ഹൊസല്ലൈ അങ്ങനെയാണ്. ഹൊസള്ളിയാണ് ഇവിടെ എല്ലാം ഹള്ളിയാണ്. ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ മൊത്തം ഹൊസള്ളി ഇനിയിപ്പോൾ കുറച്ച് പഴയ വണ്ടിയാണ് കേട്ടോ. അവിടെ അതിൻ്റെ അഹംഭാവം നമുക്കില്ല. വളരെ പഴയ വണ്ടി എന്ന് പറഞ്ഞുവിടാം, പക്ഷേ പഴയ ഒരു ഇന്നോവയാണ്. അതിനിങ്ങനെ പോകുമ്പോഴുള്ളൊരു അഹങ്കാരം നമുക്കില്ല അല്ലേ? അത് അങ്ങോട്ട് എത്താൻ നിങ്ങൾ പ്രാർത്ഥിക്കും. ആദ്യമേ നല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ കയറിയത്. പക്ഷെ ഇത് പഴയതാന്ന് പറഞ്ഞിട്ട് പഴയ രാജാവായത്. അതിനുള്ള അതിൻ്റെതായ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ ഈ യാത്ര ഹൈദരാബാദ് എത്തുമ്പോൾ എത്ര മണിയാവെന്ന് വിചാരിച്ചിട്ടാണ്. ഇനിയും നമുക്ക് 900 കിലോമീറ്റർ യാത്രയാണ്. കണ്ടിന്യൂസ് 900 കിലോമീറ്റേഴ്സ്. അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. കുറേ ആടും പശുവൊക്കെ ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ മൈസൂർ റോഡിലേക്ക് കയറി. ഇനിയിപ്പോൾ ഒരു 1 hour നമ്മൾ മൈസൂർ എത്തും. 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂറില്ല. ഇനിയിപ്പോൾ നമ്മൾ നാവിഗേഷൻ വെക്കും. ഇനിയിപ്പോൾ ഹൈവേയിലേക്ക് നമ്മൾ എക്സ്പ്രസ് ഹൈവേ ഉണ്ടല്ലോ, അതിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ്. അവിടെ നമ്മളൊരു 1 hour 1.5 മണിക്കൂർ കൊണ്ട് ബാംഗ്ലൂർ എത്താം എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ബാംഗ്ലൂർ എത്താം. അപ്പോൾ മൈസൂർ എത്തി. ഇനി നമ്മൾ എന്താ പറയുക, നമ്മളെ എന്താടാ കുറേ ഒരുപാട് ഇൻഡസ്ട്രിയൽ പാർക്കുകളൊക്കെ വരാൻ പോവാണ്. അതുപോലെ തന്നെ കൃഷിയുടെ സ്ഥലം വരാൻ പോവാണ്. മൻസൂർ എന്തിനാ ഗന്നക്ക ജ്യൂസ്, ഗന്നൻ്റെ ഫേമസ് ആണ് ഇവിടെ. നമ്മളെ ശർക്കരയൊക്കെ ഇല്ലേ നല്ല, അപ്പോൾ അതിൻ്റെ ശർക്കരയൊക്കെ കിട്ടും. ഗന്നക്ക് എന്താ മലയാളത്തിൽ പറയാം പറഞ്ഞാൽ? ഗന്നക്ക് എന്താണ് പറയാ മലയാളത്തിൽ? ആ റോഡ് എനിക്ക് ഗന്ന മനസ്സിലായി. കരിമ്പിന്റെ സ്ഥലമാണ് ഇനി വരാം. അപ്പൊ ഇതിങ്ങനെ നമ്മളിപ്പോ ഈ ക്യാമറ എടുത്തെന്തിനാ വെച്ചാല് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ ഒരു സുഖത്തിൽ, കാരണം ഇത്രയും ദൂരം യാത്ര ചെയ്യേണ്ടതാണല്ലോ. അപ്പൊ നമ്മളെ സുഹൃത്തുക്കൾക്കൊക്കെ ഈ യാത്രയുടെ ഒരു മാധുര്യം അവർക്ക് കാണിച്ചു കൊടുക്കുക. യാത്ര ചെയ്യണം, യാത്ര ചെയ്യുക, ആളുകളെ പരിചയപ്പെടുക, സംസ്കാരത്തെ അറിയുക. അപ്പോഴാണ് നമ്മൾ ശരിക്ക് നമ്മളെ കാര്യങ്ങളെ പറ്റിയൊക്കെ ചിന്തിക്കുക. പലതരത്തിൽ ആളുകൾ എങ്ങനെ ജീവിക്കുന്നുണ്ട്, എങ്ങനെ പെരുമാറുന്നുണ്ട്, നമ്മുടെ മഹത്വം എവിടെയാണ് കിടക്കുന്നത്, നമ്മളെവിടെ വീക്ക്നെസ് എവിടെയാണ്, ഇതൊക്കെ തിരുത്താനൊക്കെ യാത്ര സഹായിക്കും. നമ്മൾ ജോർജ് കുളങ്ങരയൊക്കെ ആണെങ്കിൽ അയാളൊക്കെ പറയുന്ന വാക്കുകൾ ഉഷാറല്ലേ. ഒരു യാത്ര ചെയ്ത് ഒരുപാട് ആളുകളെ കണ്ട് പല രാജ്യങ്ങളിലും സന്ദർശിച്ചു, അങ്ങനെയല്ലേ? അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ അതിനുള്ള അന്തരീക്ഷങ്ങളൊക്കെ നാട്ടിൽ വേണം, എന്നാലാണ് യാത്രക്കൊരു സുഖം ഉണ്ടാകും.